എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫിയുടെ തൊപ്പി അത് തെറിച്ച് വീഴാണ്. അപ്പ സ്വാമറായി അത് കയ്യിലെടുത്ത് നടന്നു വരികയാണ്. ടാങ്കിക്ക് റോബിനും ആണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവരാണെങ്കിൽ കാണാതെ പോയ സാഞ്ചിയെ കുറിച്ചും സോറയെ കുറിച്ചും പറയും. അവർ രണ്ടുപേരും എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു കാരണവശാലും അവർ അപകടത്തിലൊന്നും ചെന്ന് വീഴാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ടുപുറകില് എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ സ്ക്വാഡൊക്കെ ആയി ഒരു സാമുറായി അവനിപ്പോ അവരുടെ രണ്ടുപേരുടെയും പുറകില് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വന്നവൻ അവന്റെ കാലൊരു കല്ലിൽ തട്ടി അങ്ങനെ താഴെ വീഴാണ്. ഉടനെ ഫ്രാങ്കി റോബിനും അവർ രണ്ടുപേരും അങ്ങനെ ഷോക്കായിട്ട് പരസ്പരം നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫിയാണ്. അവനാണ് സാമുറായുടെ കോട്ടൊക്കെ എടുത്തിട്ട് ആ ഗെറ്റപ്പിൽ നിൽക്കുന്നത്. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് കലി കയറും. ഈ സമയത്ത് പോലും തമാശ കളിക്കുകയാണോ? ഇപ്പൊ നമ്മള് വളരെ സീരിയസ് ആയിട്ട് ഒരു മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കാണാതായ ആൾക്കാരെ കണ്ടെത്തണം. അതിന് ലൂഫി ടെൻഷനാവും. അവൻ പറയും ലൈഫിൽ എല്ലാവർക്കും ഇതുപോലൊരു സാമുറായി വേഷം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് മാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. സോ ഞാനിത് ചെയ്തതില് എന്താ തെറ്റ്? ഫ്രാങ്കി അവനൊരു ഗിറ്റാറൊക്കെ എടുത്ത് ഇപ്പൊ പാട്ട് പാടാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അവന്റെ ചെവി പൊത്തിപ്പിടിക്കും. പക്ഷെ ഫ്രാങ്കി അവൻ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് പാടുകയാണ്. റോബിൻ ആണെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തായി ഒരു വലിയ ഹാള് കാണും. റോബിൻ ആ ഹാള് അതിപ്പോ ലൂഫിക്കും ഫ്രാങ്കിക്കും കാണിച്ചു കൊടുക്കും. അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരും. നാമിയും ടീമും അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അവരരിച്ചു പെറുക്കും. അത് കണ്ട പന്നി അത് വീണ്ടും ഇപ്പൊ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ചുമരില് ഏതോ ഒരുത്തൻ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവൻ അടുത്ത സെക്കൻഡ് ഇപ്പൊ അരയിലുള്ള ഒരു സ്ക്വാഡ് അതങ്ങനെ വലിച്ചെടുത്ത് ഫ്രാങ്കിക്ക് നേരെ എടുത്തു ചാടും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ലൂഫിക്കാണെങ്കിൽ അവന്റെ സ്റ്റൈലും സ്ക്വാഡൊക്കെ കണ്ട് ഭയങ്കര സന്തോഷാവും. കാരണം അവൻ ആദ്യമായിട്ടാണ് ഇത്രയും സെറ്റപ്പ് ആയിട്ട് ഒരാളെ കാണുന്നത്. പക്ഷെ റോബിന് അവൾക്ക് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതും ഒരു വലിയ സോംബിയാണെന്ന്. അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകളും വലിയ വലിയ അടയാളങ്ങളൊക്കെ ഓൾറെഡി പറ്റിയിട്ടുണ്ട്. ഫ്രാങ്കി അവനെ നോക്കി നിൽക്കുന്ന കറക്റ്റ് സമയം അതങ്ങനെ ചാടി വന്ന് ഇപ്പൊ ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. വില്ലൻ ഓരോ തവണ ഫ്രാങ്കി ആഞ്ഞടിക്കും. പക്ഷെ അവന്റെ ഓരോ പഞ്ചും ഫ്രാങ്കി സിമ്പിളായിട്ട് തടയും. ഫുൾ കലി കയറിയ ഫ്രാങ്കി അവന്റെ കൈ ചുരുട്ടി ആ വില്ലനെ ആഞ്ഞടിക്കും. പക്ഷെ വില്ലനാണെങ്കിൽ പുറകിലേക്ക് കുറച്ചു ദൂരം തെറിച്ചു പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അവൻ വീണ്ടും അങ്ങനെ ഹായ് ആയിട്ട് നിന്ന് ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യാൻ സർവ്വശക്തി എടുത്ത് മുൻപോട്ട് കുത്തിക്കും. അങ്ങനെ ക്രോസ് ആയിട്ട് ഒരു പവർ ക്രിയേറ്റ് ചെയ്യും. അതുപയോഗിച്ച് ഫ്രാങ്കി അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ഫ്രാങ്കി അവൻ ചില്ലറക്കാരനല്ല. അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് മാറും. സോ വില്ലൻ അയച്ച ആ ഒരു പവർ അത് ജസ്റ്റ് മിസ്സിന് മറ്റൊരു ഭാഗത്തേക്ക് പോവും. ഫ്രാങ്കി കൈ കറക്കി കറക്കി ആഞ്ഞൊരു അടി അടിക്കും. ആ ഒരു അടിയില് വില്ലൻ തെറിച്ചു പോയി വീഴാണ്. അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ആൾക്കാർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ വീണ്ടും ചാടി എഴുന്നേറ്റ് ഫ്രാങ്കി ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഫൈറ്റിന്റെ അവസാനം ആ സ്ക്വാഡ് ഉപയോഗിച്ച് വില്ലൻ ഫ്രാങ്കിയുടെ വയറ്റിൽ തന്നെ ആഞ്ഞു വെട്ടുകയാണ്. റോബിനും ലൂഫിയും അവർക്ക് രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും പവർഫുൾ ആയ ഫ്രാങ്കിയെ ആ ഒരു വില്ലൻ വളരെ എളുപ്പത്തിൽ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. അവനങ്ങനെ സ്ലോ മോഷനിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് നടന്നു വരും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവൻ വിട്ടുകൊടുക്കാതെ വീണ്ടും എഴുന്നേറ്റ് വരും. ഉടനെ ആ വില്ലൻ ചിരിക്കും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരും. നിങ്ങളെല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഉടനെ ആ പന്നി പറയും, ഇപ്പൊ നിങ്ങൾ കാണുന്ന സാമുറൈസ് അവരെല്ലാവരും പണ്ട് മുതൽക്കേ ഭയങ്കര പവറുള്ളവർ തന്നെയാണ്. അവരാണ് മരിച്ച് ഇപ്പൊ വീണ്ടും മോൺസ്റ്റേഴ്സായി മാറിയിരിക്കുന്നത്. സോ അവരുടെ പവർ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പവറുള്ള ഇവരുടെ കയ്യില് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇവര് ജീവനോട് കൂടെ ബാക്കി വെക്കില്ല. അത് സത്യം തന്നെയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കാൻ കഴിയില്ല. അവൻ ആ പന്നി ഇടിക്കാനായിട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും ആ പന്നി ഏതോ ഒരു പാസേജ് വഴി ഓടി രക്ഷപ്പെട്ട് ഡോറ് വലിച്ചടയ്ക്കും. അപ്പോഴായിരിക്കും റോബിൻ. അവളാണെങ്കിൽ എന്തോ കണ്ട് പേടിച്ച് ഇപ്പൊ പുറകിലേക്ക് നടക്കും. ലൂഫി നൈസായിട്ട് ടേൺ ചെയ്ത് നോക്കും. അത് മറ്റൊന്നുമല്ല, ഒരുപാട് സോംബീസ് വലിയ സ്ക്വാഡും ഹാമറൊക്കെ ആയി ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ പറയും, ഇനി വേറെ വഴിയില്ല. ഇവരെ മുഴുവൻ തല്ലി തകർത്താൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ലൂഫിക്കാണെങ്കിൽ ആവേശം കൂടി വരും. ക്യാഷ്വലായിട്ട് പറയും, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇവരെ തല്ലിക്കൊന്ന് എത്രയും പെട്ടെന്ന് ആ കോട്ടയാട്ടിലേക്ക് എത്തണം.
കട്ട് ചെയ്ത ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ ആ പന്നി പെണ്ണ് അവളെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. ലോല, നീ എവിടെയാണ്? ദയവ് ചെയ്ത് ആ പെൺകുട്ടി ഒന്നും ചെയ്യരുത്. അപ്പോഴായിരിക്കും അവള് ചുമരൊക്കെ തകർത്ത് അങ്ങനെ ഓടി വരുന്നത് കാണുക. അവൻ വീണ്ടും അവളുടെ കാല് പിടിച്ച് പറയും, ഈ പെൺകുട്ടിയെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഒരു കാരണവശാലും അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. അത് കേട്ട ലോല പെണ്ണ് അവള് ഫുൾ കലിപ്പില് ആ ഒരു വാണ്ടഡ് പോസ്റ്റർ അത് വലിച്ചു കീറി ചവിട്ടി കൂട്ടും. മാമ, നിങ്ങൾ എനിക്കുള്ളതാണ്. ഒരു കാരണവശാലും ആർക്കും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. ഇവളെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇല്ലാതാക്കൂന്ന് പറഞ്ഞ് അവള് ക്ഷണവേഗത്തില് അവിടുന്ന് മുൻപോട്ട് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നാമയെ കാണിക്കും. അവളാണെങ്കിൽ ഇവിടെ എന്താ നടക്കണെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ നാമയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ ഒരു പെൻഗ്വിൻ അത് അവരുടെ ടീമിലുള്ളവരെ തന്നെ അറഞ്ചം പുറഞ്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൻഗ്വിൻ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കലും പെൺകുട്ടികളുടെ ദേഹത്ത് കൈവെക്കാൻ പാടില്ല. അങ്ങനെ കൈവച്ചാ ഞാൻ വെറുതെ വിടില്ല. നാമിക്ക് ആ സൗണ്ട് അത് കേൾക്കുമ്പോ തന്നെ പിടികിട്ടും, അത് മറ്റാരുമല്ല, അവൻ തന്നെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ചുന്ദരി പെണ്ണും ടീമും അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ വലിയൊരു ജയന്റ് കൈ കാണിക്കും. ആ കൈ അങ്ങനെ നീട്ടി ഒരു ശവപ്പെട്ടിയിൽ നിന്ന് സാക്ഷാൽ സോറോയെ പുറത്തേക്ക് എടുക്കും. സോറോ പേടിച്ച് നിലവിളിക്കും. ഉടനെ ആ ജയന്റ് കൈ സോറോയെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അത് മറ്റാരുമല്ല, ആ ഗക്കോ മുറിയാണ്. അടുത്ത സെക്കൻഡ് എന്തോ ഒരു പ്രകാശം ഇപ്പൊ സോറോയ്ക്ക് നേരെ അടിക്കും. അവൻ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. സോറോ വീഴുക ഓൾറെഡി ബോധം കെട്ട് വീണ് കിടക്കുന്ന സാഞ്ചിയുടെ ദേഹത്തേക്കായിരിക്കും. അതേസമയം ഇവിടെ ഫ്രാങ്കിയും റോബിനും ലൂഫിയും അവരാണെങ്കിൽ ആ സോംബീസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റിനൊടുവില് ലോങ് ഷോട്ടിലായിട്ട് 3 സ്ക്വാഡൊക്കെ പിടിച്ച് ഒരു സ്ക്വാഡ്സ്മാനെ കാണിക്കും. അവൻ അങ്ങനെ അവന്റെ സ്ക്വാഡ് വീശി ഇപ്പൊ ലൂഫിയെ അട്ടിച്ച് തെറിപ്പിക്കും. ആ ഒരു അറ്റാക്ക് അത് കാണുമ്പോ തന്നെ ലൂഫിക്ക് പിടികിട്ടും, അത് മറ്റാരുമല്ല, കാണാതെ പോയ സാക്ഷാൽ സോറോ തന്നെയാണ്. ലൂഫി ഷോക്കായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. അവൻ വെളിച്ചത്തിലേക്ക് പതിയെ നടന്നു വരും. അത് സോറോ അല്ല, സോറോയെ പോലെ തന്നെ മറ്റേതോ ഒരു സോംബിയാണ്. അവനിപ്പോ സോറോ സംസാരിക്കുന്നത് പോലെ തന്നെ ലൂഫിയോട് സംസാരിക്കും. അവൻ അടുത്ത സെക്കൻഡ് വായിലൊരു സ്ക്വാഡ് വെച്ച് ബാക്കി 2 സ്ക്വാഡ് കയ്യിലെടുത്ത് നമ്മുടെ ആൾക്കാരെ നോക്കി പറയും, നിങ്ങളെ ഞാൻ തുണ്ട് തുണ്ടായി വെട്ടിയെറിയും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്കാവും. കാരണം സോറോയും ഇതുപോലെ തന്നെയാണ്. അതിനുശേഷം ഇതേ ഡയലോഗ് തന്നെയാണ് അവൻ പറയാറ്. ലൂഫി അവന്റെ 32 പല്ലും കാണിച്ച് അങ്ങനെ നോക്കി ഇളിച്ചു നിൽക്കും. ഉടനെ ഏതോ ഒരു വില്ലൻ ലൂഫിയെ പുറകിൽ നിന്ന് ഒരൊറ്റ ഇടി. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കെ ഒരുപാട് സോംബീസ് ചേർന്ന് തല്ലി കൊല്ലുകയാണ്. അത് കണ്ട റോബിൻ അവളുടെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് ഫ്രാങ്കിയെ പിടിച്ചു വലിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ഫ്രാങ്കി ഓടുന്ന സമയത്ത് ഫയർ വെച്ച് അവർ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവർ ബക്കറ്റിൽ വെള്ളം എടുത്ത് അവരുടെ ബോഡിയിൽ ഒഴിക്കും. റോബിൻ അവളുടെ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വീണ്ടും ഒരുപാട് സോംബീസ് അവിടേക്ക് ഇരച്ചു കയറി വരുന്നത് കണ്ട് അവൾ പേടിച്ചോടും. ഫ്രാങ്കി റോബിനോട് പറയും, ഉറപ്പായിട്ട് ലൂഫി അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അവനും ആ സാമുറായി വേഷം ഇട്ടതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ സോംബീസ് നമ്മുടെ പിന്നാലെ തന്നെ വരും. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോഴാണെങ്കിൽ അവർക്ക് തൊട്ട് മുകളിലായി ലൂഫിയുടെ നിലവിളി കേൾക്കും. അവർ മുകളിലേക്ക് നോക്കും. ഒരു ശവപ്പെട്ടിയില് ലൂഫിയെ സീൽ ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ്. ഫ്രാങ്കി അത് കണ്ട് വെറുതെ വിടില്ല. അവനിപ്പോ ആ പെട്ടിയുടെ പിന്നാലെ ഓടും. ഉടനെ ഒരു സ്പൈഡർ അതിപ്പോ ഫ്രാങ്കിയുടെ നേർക്ക് എടുത്തു ചാടും. ഫ്രാങ്കി അതിനോട് ചോദിക്കും, ലൂഫി അവൻ എങ്ങോട്ടാ കൊണ്ടുപോണേ? അവനെ എന്താ ചെയ്യാൻ പോന്നേ? അതിനാ സ്പൈഡർ ചിരിക്കും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അധികം വൈകാതെ നിനക്കും ആ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പൊ അവരുടെ തൊട്ടു പുറകിലായി ആ സോംബി കൂട്ടം അത് അവരെ തേടി എത്തിക്കഴിഞ്ഞു. ജഗത്താനും കടലിലും ഇടയിൽപ്പെട്ട് നമ്മുടെ ആൾക്കാർ 2 പേരും അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.